ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടായിരിക്കും ഇന്ന് ഇക്കാരെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഇക്കാരെ വെയിറ്റ് ചെയ്ത് ഞാനും ഹനിമോളും ഇവിടെ നിപ്പുണ്ട്. ഹനിമോള് വാപ്പ പറഞ്ഞ അവൾ എഴുന്നേറ്റപ്പം തന്നെ 11:30 ആയിരുന്നു. പിന്നെ ഞാൻ വാപ്പ വരും എന്ന് പറഞ്ഞപ്പോൾ അവളെ ഡോറിൻ്റെ അവിടെ ഒന്ന് നോക്കി നിൽക്കുകയാണ്. കുറച്ച് നേരം അവിടെ നിന്ന് അവൾക്ക് മതിയായപ്പോൾ അവൾ വന്ന് അവളെ ടോയ്സ് എടുത്ത് സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു എത്താറായെന്ന് പറഞ്ഞ്. പിന്നെ ഞാനും ആനയും ഇവിടെ പുറത്തിറങ്ങി ഇക്കായെ വെയിറ്റ് ചെയ്ത് നിന്നു. ഹാനിക്ക് ഗേറ്റ് തുറക്കുമ്പോഴേ അറിയാം ഇക്ക വരാറായെന്ന്. ഇക്ക വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഗേറ്റ് തുറന്ന് നോക്കിയപ്പോൾ ഇക്ക എത്തിക്കഴിഞ്ഞായിരുന്നു. ഹാനിയ ഭയങ്കര സന്തോഷത്തിലാണ്. വാപ്പ വരുന്നു എന്ന് കേട്ടാൽ പിന്നെ അവൾക്ക് വേറെ ഒന്നുമില്ല. വാപ്പായെ കാത്തു നിപ്പാണ് രാവിലെ മുതൽ. എപ്പോഴും പറയും കാറിന്റെ ലൈസൻസ് കിട്ടാൻ എച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ഒന്ന് കാറ് കയറ്റി പഠിച്ചാൽ മതി, ലൈസൻസിനുള്ളതൊക്കെ ആയി. ഇക്ക വരുന്നത് നോക്കിയതാ ഹാനിയ ഇവിടെ നിപ്പുണ്ട്. അവൾക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്, എന്നാൽ അവൾക്ക് ചിരിക്കാനും വയ്യ എന്നാണുള്ള അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത്. ഇക്ക ഓരോ ടൈം വരുമ്പോൾ ഓരോ ലുക്കിലാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് അവൾ തിരിഞ്ഞൊരു പൂച്ചയെ കാണുന്നത്. അങ്ങനെ വാപ്പ കാണിച്ചു കൊടുക്കുകയാണ് പൂച്ച വന്നെന്ന്. പിന്നെ കുറച്ചു നേരം ഹാനിയുടെയും വാപ്പാൻ്റെ സ്നേഹപ്രകടനമാണ്. വന്ന ഉടനെ ഇത് എപ്പോഴും പതിവുള്ള കാര്യമാണ്. ഇതൊന്നും അറിയാതെ എൻ്റെ ഹൈറമ്മോള് നല്ല ഉറക്കത്തിലാണ്. ഇക്ക വന്ന ടൈം എന്ന് പറയുന്നത് ചോറ് കഴിക്കാനുള്ള സമയം ആയതുകൊണ്ട് നമ്മൾ നേരെ കഴിക്കാനാണ് ഇരുന്നത്. ഇന്നിവിടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നേ. പിന്നെ നിങ്ങൾ മറന്നു, ഇന്ന് ഇക്കാരുടെ ബർത്ത്ഡേയും കൂടെ ഇല്ല. അങ്ങനെ ഞാൻ ഒരു കേക്കൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വലുതായിട്ടൊന്നും ഡെക്കറേറ്റ് ഒന്നും ചെയ്തില്ല, ചെറുതായിട്ടൊന്ന് ബലൂണൊക്കെ പെരുക്കി ചെറിയ രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ഇതുപോലെ ഇക്കാക്ക് കേക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. എപ്പോഴും രാത്രി 12 മണിക്കൊക്കെയാണ് ഞാൻ മുറിക്കാറ്. ഇന്ന് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇക്ക വന്ന ടൈമിന് കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ നിന്നു. ഹൈറ വന്നതിന് ശേഷമുള്ള ഇക്കാരുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ഹാനിയെ ഇതുപോലെ കേക്കൊന്നും മുറിക്കണം വലുതായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് അവളും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ഇങ്ങനത്തെ കേക്ക് പോലത്തെ ഐറ്റംസും ബേക്കറി പ്രൊഡക്റ്റ് ഒന്നും അവൾക്ക് അധികം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവൾ കിട്ടിയ അവസരം പാഴാക്കാതെ അത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പരസ്പരം കേക്കൊക്കെ വെച്ചെടുത്ത് നമ്മൾ ഇക്കാല ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു. പിന്നെ ഞാൻ ഇക്കാക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷർട്ടാണ് അത്. ഇക്കാക്ക് ബ്ലൂ ഷെയ്ഡ് ഇഷ്ടമായതുകൊണ്ട് തന്നെ 3 ബ്ലൂ ഷെയ്ഡിലുള്ള ഷർട്ടാണ് ഞാൻ എടുത്തിരുന്നത്. ഇക്കാക്ക് അത് വലിയ ഇഷ്ടമായി. എനിക്ക് പിന്നെ ഇക്ക കാറിൽ വരുന്നത് കണ്ടപ്പോൾ അവൾക്കൊന്ന് പുറത്ത് പോകണമെന്നായിരുന്നു. പിന്നെ ഒക്കെ അവളെയും കൊണ്ടൊന്ന് റൗണ്ട് അടിക്കാനായിട്ട് പോയി. ഞാനിതാ ഡ്രസ്സൊക്കെ ഇട്ടതാ സുന്ദരിയായി നിൽപ്പുണ്ട്. അവളെ ഡ്രസ്സും ഹെയർ ബാൻഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഇക്ക ഹാനിക്ക് വേണ്ടി കാർ സീറ്റൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ ഇന്ന് എടുക്കാൻ മറന്നു പോയി. പിന്നെ എങ്ങനെ അവളെ കൊണ്ടുപോകുന്ന ആദ്യത്തെ ചിന്ത. പിന്നെ ഇക്ക പറഞ്ഞ് ഫ്രണ്ട് സീറ്റിൽ തന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കാമെന്ന്. വലിയ ദൂരത്തൊന്നുമല്ല, ഇവിടെ അടുത്തെവിടെയെങ്കിലും പോവുള്ളൂ. അവളിതാ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എൻ്റെ അടുത്ത്. കുറേ ദിവസമായി അവളൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട്, അതുകൊണ്ടാണ് അവൾക്ക് വലിയ സന്തോഷത്തിലാണ്. പോയ പോലെ തന്നെ ഇക്കായും മോള് സ്പീഡിന് തിരിച്ച് വീടെത്തിയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അവൾ ഇക്കാരെ മടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് അവൾക്ക് വലിയ കംഫർട്ടബിൾ ഇല്ല. കാർ സീറ്റ് ഉണ്ടെങ്കിൽ അവളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ഇക്കാക്ക് മനസ്സിലായി. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിപ്പോയിട്ട് അവൾക്ക് വലിയ ദൂരം പോകാൻ പറ്റാത്തതിൽ വലിയ സങ്കടമുണ്ട്. പിന്നെ ഞാനും ഇക്കായും കൂടെ പ്ലാൻ ചെയ്തു, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടികളുടെ കൊട്ടാരം എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്, അവിടെ അവളെ ഒന്ന് കൊണ്ടുപോയി കളിപ്പിക്കാമെന്ന്. അങ്ങനെ ഇക്കായും മോളും അവിടെ പോകാനായിട്ട് ഇറങ്ങി. ആദ്യം കാർ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇക്ക പോയത്. പിന്നെ ഇക്ക പറഞ്ഞ് വേണ്ട, ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്കൊന്ന് നടന്ന് പോവാമെന്ന്. കുറേ ദിവസമായില്ലേ നടന്നിട്ടൊക്കെ. അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് വാപ്പായും മോളും കൂടെ നടന്നാണ് അവിടെ പോയത്. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവർ പോകുന്നത് നോക്കി പുറത്ത് അങ്ങനെ നിന്നു. എനിക്ക് ടാറ്റയൊക്കെ തന്നു അവളിതാ പോകുന്നുണ്ട്. എവിടെയെങ്കിലും പോയാൽ പിന്നെ അറിയാലോ വാപ്പാരെ മോളുടെ ഫോട്ടോഷൂട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികളെ കൊട്ടാരം. ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ലൊരു സ്പേസ് ആണ്. ചെറിയൊരു പോണ്ടും വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കളിക്കാനുള്ള പ്രോഡക്റ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സ്ലൈഡും ഊഞ്ഞാലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. കൊച്ചു കുട്ടികളൊക്കെ വൈകിട്ട് വന്ന് ഇവിടെ കളിക്കാറുണ്ട്. നമ്മളും ഇടയ്ക്കൊക്കെ വൈകിട്ട് ഇവിടെ പോയി ഇരിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചായിരുന്നു. ഹാനിക്ക് ഇവിടെ വന്ന് കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. കുറേ ഫ്രണ്ട്സിനെയൊക്കെ അവൾക്ക് ഇവിടെ തന്നെ കിട്ടും. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണിത്. മുതിർന്നവർക്ക് ഇവിടെ വന്ന് നല്ല റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. എനിക്ക് അവിടെ നിന്ന് വരാനേ ഇഷ്ടമല്ല. പിന്നെ കുട്ടികളെ കൊട്ടാരത്തിന് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് അവളിതാ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാവേ.